ഒരാള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞില്ല, ആളെ കാണിച്ചു തരാം കേട്ടോ. കൂർക്കം വലിക്കുന്ന എങ്ങനെ കുഞ്ഞമ്മ? ഈ തിരുമുന്നിൽ വന്നു നിന്നാ ഞാൻ അമ്പാടി പൈകിടാവ്. ഓ ഇനി ഇവിടെ പോവാണ് കുച്ചുമ്പ. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിങ്ങനെ വിചാരിക്കുന്നു. രണ്ടുപേരും അപ്പുറത്തുണ്ട് കേട്ടോ. അച്ഛൻ ചോറ് കഴിക്കാൻ പോയതിന് ഒരുത്തി കിടന്ന് അവിടെ കിടന്ന് അലറുന്നുണ്ട് കേട്ടോ. വെച്ചുമോള് കിടന്ന് അച്ഛ ഇപ്പൊ 2 ദിവസമായിട്ട് വീട്ടിലുണ്ട്. അച്ഛക്ക് കണ്ണിന് അവിടെ മറ്റേ തവിട് പിണ്ണാക്കില്ലേ എന്തോ ആ സാധനം ഇറക്കിയതാ. അപ്പം കണ്ണിനകത്ത് അത് വീണിട്ട് അച്ഛൻ അത് തിരുമ്മി ഇപ്പം നീര് പോലെയായി. അത്രയും ഭാഗത്ത് അതാ കഴിഞ്ഞ ദിവസം ലുലുമാളിലൊക്കെ പോയി വീഴാതെ അച്ഛയുടെ മുഖം ഒരു സൈഡ് വീർത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് അപ്പൊ 2 ദിവസമായിട്ട് ഇപ്പൊ ആശുപത്രി പോയിട്ട് പോകുന്നോണ്ട് അച്ഛൻ ഇവിടെ വീട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ, റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം രണ്ടുപേരും അച്ഛയുടെ പറയുന്ന വാർത്തയേയില്ല. കുറച്ചു നേരം നമ്മളായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അച്ഛയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം അച്ഛക്കൊന്ന് ബാത്റൂമിൽ പോകാനോ ഫുഡ് കഴിക്കാനോ ഒന്നും ആ ലച്ചുമോള് സമ്മതിക്കത്തില്ല. ആവശ്യം പിന്നെ അറിയുമായല്ലോ. പക്ഷെ ലച്ചു കിട്ടണം ഒരു കാര്യത്തിന് സമ്മതിക്കത്തില്ല. അച്ഛയുള്ള ദിവസം അങ്ങനെയാണ് കേട്ടോ, ഭയങ്കര അറ്റാച്ചാണ് അച്ഛയായിട്ട്. അച്ഛ ചിറ്റാമ രണ്ടുപേരും ഇട്ടിട്ട് രണ്ടുപേരും ഇല്ല. ആമിച്ചം കുഞ്ഞിലെ സെയിം ആയിരുന്നു. ആമിച്ചം ഇത്തിരിയൊക്കെ മാറി, കാരണം ഇത്തിരി ഇതായി വന്നപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെ അതെ. അപ്പൊ അങ്ങനെ രാവിലെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്ന രാവിലെ എല്ലാം ഉച്ചയാറായി കേട്ടോ. പിന്നെ ഇന്നലെ ഞങ്ങൾക്കും ഏറ്റുമാനൂർ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ടുള്ള ചേച്ചി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, കുഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാലും നമ്മുടെ ലച്ചുമോൻ ഉണ്ടാകുന്നതിന് ഒരു 5 ദിവസം മുമ്പ്, 15 ദിവസമാണോ? 15 ദിവസം, 5 നാളെ എന്റെ ഓർമ്മ കിടക്കുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ നേരെ അഡ്മിറ്റ് ആക്കിയതാണ് എന്റെ മനസ്സിൽ ഉള്ള ഓർമ്മ. അപ്പം 15 ദിവസം മുമ്പ് ചേച്ചി നമുക്ക് ഒരു മറ്റേണിറ്റി കിറ്റ് തന്നു. നമ്മുടെ ഫാമിലി ചേച്ചി പേര് നീതി ചേച്ചി ഇങ്ങനെ ഓർഡർ തന്നിട്ട് കൊണ്ട് കൊടുക്കാവെന്ന് ചോദിച്ചു. കാരിത്താസാണ് ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ മൊത്തം ഏകദേശം 34 അല്ലേ, എത്ര കിലോമീറ്റർ ഉണ്ട്? അത്രയുണ്ട്. അപ്പം ഇവിടെ പ്രഗ്നന്റ് ആണ്, നമ്മുടെ ബിസിനസ് ആണ്. ആ ടൈമിൽ നമുക്കത് മാറ്റി വെക്കാനായിട്ട് അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആ ടൈമിലൊക്കെ ചെയ്ത് നമ്മൾ തലേദിവസം വരെ, അതായത് ഡെലിവറി ആകുന്നതിന് തലേദിവസം വരെ തന്നെ നമ്മൾ മറ്റേണിറ്റി കിറ്റൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, സെയിലാക്കിയിട്ടുണ്ട് തലേദിവസം. അപ്പം ആ ഒരു ദിവസം നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു. അവർക്ക് അന്ന് ഭയങ്കര സന്തോഷം. ഐറ്റംസ് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടിട്ട് ചേച്ചി രണ്ടാമത് പിന്നെയും ഓർഡർ തന്നു. അതായത് ആ കുഞ്ഞിന് തന്നെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി, അതായത് മേടിച്ച ടവൽസ്, അതേപോലെ കുറേ സാധനം കുഞ്ഞിന് എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യം കുറേ സാധനങ്ങൾ പിന്നെയും രണ്ടാമത് ഓർഡർ തന്നു. അപ്പോൾ കുഞ്ഞിന് പിന്നെയും നമ്മൾ ആ വീട്ടിൽ തന്നെ കൊണ്ട് കൊടുത്തു. ആദ്യം ഹോസ്പിറ്റലിലാണ് കൊടുത്തത്. രണ്ടാമത് അന്ന് നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ നിന്ന്. ചേട്ടൻ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ടത്, 2 പ്രാവശ്യം ഞാൻ അനുഭവിച്ചാന്ന് പറഞ്ഞു, ആവാൻ പോകുന്നു. അപ്പം ടെൻഷൻ ഒന്നും അടിക്കണമെന്ന് പറഞ്ഞാൽ ചേട്ടനൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ പിന്നെ രണ്ടാമത് സാധനം വീട്ടിലാണ് കൊണ്ടുകൊടുത്തത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. അപ്പം ആ കുഞ്ഞിന് ഇന്ന് ഈ 30-ാം തീയതി 2 വയസ്സ് തികയാണ്. നമ്മുടെ ആ ലച്ചിനെക്കാളും 15 ദിവസം വ്യത്യാസമുള്ളൂ കുഞ്ഞ്. അപ്പോൾ അവൾ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഫോട്ടോ ഇട്ടേക്കാം കേട്ടോ സൈഡിൽ. ഇന്നലെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഏറ്റുമാനൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുഞ്ഞിന് ചേച്ചി പിന്നെയും നമ്മുടെ കടയിൽ നിന്ന് സാധനം മേടിച്ചു, ജീപ്പും ബർത്ത്ഡേക്ക് ഡ്രസ്സും. അപ്പം അത് ഇന്നലെ നമ്മൾ കൊണ്ടു കൊടുക്കാനായിട്ട് അവിടെ പോയി കൊണ്ടു കൊടുത്ത് വൈകിട്ട് ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പം ഭയങ്കര ഒരു സന്തോഷമാണ്. ലച്ചുമോളുടെ തുല്യമാണ് അല്ലേ നമുക്ക്. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. കുഞ്ഞിലെ അടുത്ത് പിന്നെ 2 വയസ്സായപ്പോഴും നമ്മളെ തന്നെ അതിലൊരു ഭാഗമാകാൻ പറ്റും. ബർത്ത്ഡേക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അതെ, അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ലക്കിയാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മറ്റേ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി അനുസരിച്ച് പിന്നെ നമുക്ക് ആൾക്കാർ അവർ തന്നെ നമുക്ക് ഓർഡർ തരുന്നു. അവരെ നമ്മളൊരു ഫാമിലിയെ പോലെ കാണുന്നു. അതുപോലെ കുറേ പേരുണ്ട് കേട്ടോ. ഒരു ചേട്ടനുണ്ട് കണ്ണൂർ, ആ ചേട്ടൻ ജിതിൻ ചേട്ടൻ കുഞ്ഞിന് വേണ്ടി സാധനം മേടിച്ചിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാ കുഞ്ഞിന്റെ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്തു. അവർ പുറത്താണ്, പക്ഷെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. നിങ്ങൾ നമ്മുടെ ഫാമിലിയിലുള്ള അല്ലേ, നിങ്ങളെ വരണമെന്ന് പറഞ്ഞ് അതുപോലെ സന്തോഷമായിരുന്നു. അപ്പൊ നമ്മുടെ കസ്റ്റമർ കുറേ പേര് നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മളെ കാണുന്ന ഒരുപാട് പേര് ആളുകളുണ്ട് കേട്ടോ. അതുപോലെ യൂട്യൂബിലുള്ളവർ മാത്രമല്ല, അവർക്ക് നമ്മളെ യൂട്യൂബ് ഒന്നും അറിയത്തില്ല, ആ ജിതിൻ ചേട്ടനും കാര്യങ്ങളും. പക്ഷെ നമ്മളെ ഫാമിലി ആയിട്ട് കാണുന്ന കുറേ പേരുണ്ട്. അപ്പം ദൈവം ഇനിയും മുന്നോട്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ കുറെ ഇതൊരു ഭാഗ്യമാണ് കേട്ടോ. ഇതൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ടൊക്കെ പോകാം. അപ്പൊ നമ്മുടെ ബാക്കി വിശേഷങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു പവർഫുൾ ഐറ്റം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. ഒരു ഡിവൈസ് ആണ്. അത് എന്തിനാണ് പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ആ ഐറ്റം. കാരണം ഈ വീട് തുടയ്ക്കുന്നത് ഞാനാണ്. കുഞ്ചൂസിന് നടുവിന് വയ്യാണ്ടായ പിന്നെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാണ്ടായ പിന്നെയൊക്കെ ഞാനാണ് ഈ വീട് ഫുള്ള് തുടയ്ക്കുന്നത്. അപ്പൊ ഈ വീട് തുടയ്ക്കുക എന്നുള്ള ഒരു കാര്യം തുടച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി തീരും. അന്നത്തെ ഒരു ദിവസം ഫുള്ള് നമ്മൾ ടയർഡാകും. കാരണം ഇത് കുറേ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്. നമ്മൾ റെന്റിലാണ് ഇവിടെ, എങ്കിലും ഭയങ്കര ഒരു വലിയ വീടാണ്. അപ്പം നല്ല പാടാണ്. ഇവിടെ ഫ്ലോർ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അപ്പൊ അത് തുടച്ചെടുക്കുക എന്നുള്ളത് വലിയ പാടാണ്. എല്ലാവരും തൂക്ക് ചെയ്യും കേട്ടോ. അപ്പം എല്ലാവർക്കും കൂടെ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ തുടയ്ക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചു. നമ്മൾ സാധാ മോപ്പ് മേടിച്ച് നമ്മൾ ഫുൾ ഇങ്ങനെ തുടച്ച് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ മൊത്തം ഈ ഇവിടെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് തുണിയിട്ട് ഫുള്ള് ഇരുന്ന് തുടച്ച് വരുമ്പോഴത്തേക്കും ഇടപാട് തീരും. അപ്പം എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരു ഇലക്ട്രിക് മോപ്പ്, അഗാരോയുടെ ഇലക്ട്രിക് സ്പിൻ മോപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അഡാർ ഐറ്റമാണ് ഇത്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ കംപ്ലീറ്റ് കാണിച്ചു തരാം. ആർക്കും ഉപയോഗിക്കാം കേട്ടോ, അത്ര ഈസിയാണ്. അപ്പം നമ്മുടെ ഐറ്റം എന്താണെന്ന് നിങ്ങളെല്ലാം പരിചയപ്പെടുത്തുക. അപ്പൊ നമ്മുടെ മോപ്പിന്റെ ബോട്ടം പാർട്ട് ഇതാണ്. നല്ല ക്യൂട്ടാണ്. അപ്പം അത്യാവശ്യം നല്ലപോലെ അഡ്ജസ്റ്റബിൾ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാർജർ കണക്ട് ചെയ്യേണ്ടത് ഏറ്റവും പുറകിലായിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഈ രണ്ട് പാഡ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ആക്കുകയും വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്ട്രാ രണ്ട് പാഡ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ. ഇതൊരു അഡ്ജസ്റ്റബിൾ എക്സ്റ്റൻഷൻ ട്യൂബ് ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല നീട്ടത്തിൽ ഇതാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഹൈറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവത്തില്ല കേട്ടോ. എക്സ്റ്റൻഷൻ ട്യൂബിൽ ഇതുപോലെ ഒരു പവർ കോഡ് വരുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ ബോട്ടമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ലിക്വിഡ് ഒഴിക്കാനായിട്ട് ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഏകദേശം ഒരു 175 ml വാട്ടർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്ക് വരുന്നത്. അതിനകത്തോട്ട് നമുക്ക് ലോഷൻ, സോപ്പ് വെള്ളമോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫ്ലോർ കഴുകണമല്ലോ. അപ്പം ആവശ്യത്തിന് അത് ഒഴിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പവർ സ്വിച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഗ്രീൻ ലൈറ്റ് കത്ത് കേട്ടോ. അപ്പൊ നമുക്ക് അപ്പം തന്നെ മോട്ടർ ഓൺ ആവും. ഇന്ന് നല്ല രീതിയിൽ സ്പിൻ ആവും നമുക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ വൃത്തിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഫ്രണ്ടിൽ ഒരു 4 ലൈറ്റും വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ച ലിക്വിഡ് സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഭാഗവും ഫ്രണ്ടിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതിനുള്ള ഒരു സ്വിച്ചാണ് ഇത്. സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രേ ആവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെട്ടോടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇരട്ടത്തൊക്കെ ഈസി ആയിട്ട് നമുക്ക് വൃത്തിയാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത് നല്ല വെട്ടമുണ്ട് ആ 4 ലൈറ്റിനും. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഇതേപോലെ റൂം വൃത്തിയാക്കാൻ സാധിക്കും. പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം കുഞ്ചൂസിനും അധികം സ്ട്രെയിൻ എടുക്കേണ്ട, കാരണം അത്യാവശ്യം ലെന്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും തുടയ്ക്കാം. ലെന്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഈസി ആയിട്ട് തുടയ്ക്കാം. അതേപോലെ അടിയിലത്തെ അതാണെങ്കിലും പെട്ടെന്ന് വാഷ് ചെയ്ത് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അബ്സോർബിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഉണക്കിയെടുക്കാനും സാധിക്കും. എക്സ്ട്രാ 2 ഉള്ളതുകൊണ്ട് നമുക്ക് ഉണക്കി ഉപയോഗിക്കാം കേട്ടോ. ആ 2 തന്നെ മതിയാവും ഇത്രയൊരു വീട് ഫുള്ള് ക്ലീൻ ആക്കാൻ വേണ്ടി. നല്ല ഈസിയാണ്. ഈ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇവർ ഈ ഫുഡ് കഴിച്ചിട്ട് ഇതിന്റെ ബിസ്ക്കറ്റ് ആണെങ്കിലും എന്തുവാണെങ്കിലും അവിടെ ചവിട്ടി അങ്ങ് എടുക്കും. അതൊരു കറ പോലെ നമുക്ക് നിലത്ത് കിടക്കും. അതൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് മൂപ്പ് ചെയ്ത് അതായത് സ്പിൻ ചെയ്യുന്ന കൂട്ടത്തിൽ സ്പിൻ 2 മൂവ്മെന്റ് ആണല്ലോ. നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്ന കൂട്ടത്തിൽ ആ സ്പിന്നും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ആ ഒരു വൈപ്പിന്റെ ഒരു ഇതൂടെ വരുന്നുണ്ടല്ലോ. അപ്പം നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് പറ്റും, അധികം എഫോർട്ട് ഇല്ലാതെ. കാരണം എഫോർട്ട് ഉണ്ടോന്ന് വെച്ചാൽ നമ്മൾ മാനുവലായിട്ട് കൊണ്ട് നടക്കണമല്ലോ. പക്ഷെ നമ്മൾ സാധാരണ തുടയ്ക്കുന്നതിനേക്കാളും ഇരട്ടി നമുക്ക് സമയവും ലാഭിക്കാം, നമുക്ക് സ്ട്രെയിനും ലാഭിക്കാം. മൊത്തത്തിൽ നല്ല രീതിയിൽ വൃത്തിയാവുകയും ചെയ്യും. കാരണം ഒരുപാട് ലോഷൻ ഒന്നും വേണ്ട. ആവശ്യത്തിന് സ്പ്രേ ചെയ്ത് അഴുക്ക് പറ്റിയെടുത്ത് നല്ലപോലെ തുടച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാ കെട്ടിയന്മാരും മേടിച്ചു കൊടുത്തേക്ക് കേട്ടോ. കാരണം നല്ല ഉപകാരമാണ്. അത്ര വലിയ പ്രൈസ് റേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതിന് ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മോപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് കിട്ടിയ പ്രൈസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ലിങ്ക് മേടിക്കാനുള്ളവർക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭാര്യമാർക്ക് മേടിച്ചു കൊടുത്തു, ഭർത്താക്കന്മാർക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈസിയാണ്. അപ്പം മേടിച്ചോളൂ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ എടുക്കാം. പിന്നെ നമുക്ക് ഇന്നലെ ഒരാൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞില്ല, ആളെ കാണിച്ചു തരാം കേട്ടോ. ഇവരുടെ മോൻ കണ്ടിട്ട് ഇന്നലെ കുറെ ഒരു ടോപ്പ് ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞുസിന് ആഗ്രഹം ഉണ്ടല്ലോ. ഓക്കെ, നമ്മളത് പരിഗണിക്കുന്നതിന് ഇല്ല. ഞാൻ ഓൾറെഡി സർജറി കാര്യങ്ങളൊക്കെ ചെയ്താണ്. അപ്പോൾ അത് പിന്നീട് നമുക്ക് റീസർജറി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നീട് നമുക്കൊരു കുഞ്ഞു വേണം. കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. കാരണം നമുക്ക് രണ്ടുപേരെ നല്ലപോലെ കെയർ ചെയ്യണം. അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് കൊടുക്കണം. പിന്നീടൊരു കുഞ്ഞു നമുക്ക് വേണമെന്നൊരു ആഗ്രഹം തോന്നുന്ന ഒരു സമയത്ത് തോന്നലുമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അതിനുള്ള ഒരു ടൈമൊന്നും അല്ല. രണ്ടുപേർക്കും നല്ല കെയർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് സർജറി ചെയ്തതിന്റെ കാര്യം അവളുടെ ഹെൽത്ത് ഓക്കെ അല്ല. കാരണം അടുപ്പിച്ചുള്ള 2 പ്രസവം, അതായത് 2 വയസ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അടുപ്പിച്ചുള്ള ഒരു പ്രസവം ഒരു സ്ത്രീനെ
എങ്ങനെയൊക്കെ ബാധിക്കുന്നതെന്ന് നല്ലപോലെ എനിക്കറിയാം. അപ്പോൾ ഇവർക്ക് സീഷറിൻ്റെ കണ്ടീഷനൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ടൈമിൽ കൂടുതൽ അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള ടെൻഡൻസി കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും പിന്നീട് ഇനി ഒരു കുഞ്ഞ് വേണ്ടാന്നുള്ള കൂടുതൽ തീരുമാനം അങ്ങനെ എടുത്തത്. പക്ഷെ അത് നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടെ ഹെൽത്ത് ഒക്കെ നന്നായതിനു ശേഷം രണ്ടുപേരും നമ്മുടെ 2 മക്കളും നല്ലപോലെ അവർക്ക് കുറച്ചുകൂടെ അവരൊന്നും അങ്ങനെയുള്ള കേട്ടോ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം. പക്ഷേ കുഞ്ഞ് വേണം, ഇനിയും കുഞ്ഞുങ്ങൾ വേണം. ഞങ്ങളുടെ തുടക്കത്തിലെ ആഗ്രഹം 5 കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷെ അത് ഇപ്പൊ അതിനുള്ള സാഹചര്യം അല്ല നമുക്ക് മൊത്തത്തിൽ. അതെ, നമ്മൾ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രതയിലൊന്നും അല്ല സത്യം പറഞ്ഞ്. മൊത്തത്തിൽ ഒന്ന് സെറ്റായി വരണം, നമുക്കൊരു വീടാവണം, എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് നമുക്കെല്ലാം വേണം. ചുമ്മാ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കണം. വെച്ച് ചോദിക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കുന്നല്ല, കഷ്ടപ്പാട് നമുക്ക് അറിഞ്ഞു തന്നെ വളരണം. പക്ഷെ അറിയാം. അപ്പം ഒരു ചോറ് പോലും കളയാനായിട്ട് നമ്മൾ സമ്മതിക്കാറില്ല. അപ്പോൾ അങ്ങനെ വളർത്തണം. പക്ഷെ അവർക്ക് വേണ്ട എല്ലാ സെറ്റപ്പും നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് ബെറ്റർ വിദ്യാഭ്യാസവും അതുപോലെ എല്ലാം കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോൾ പിന്നീട് ആലോചിക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഗർഭിണീനെ കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടപ്പോ എന്തൊരു സുഖം, എന്തൊരു സുഖം. അപ്പം നമ്മൾ 1 മാസം മുമ്പ് ക്രോസ് ചെയ്തതാണ് കേട്ടോ. പറയാഞ്ഞാണ് കാരണം എന്നാന്ന് വെച്ചാല് കഴിഞ്ഞ 2 പ്രാവശ്യവും സ്യൂഡോ പ്രഗ്നൻസി, ഈ പ്രാവശ്യം അങ്ങനെയാണോന്ന് അറിയത്തില്ല. കാരണം സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അടുത്തൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ എവിടെയെങ്കിലും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം, അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റിലോ ചങ്ങനാശ്ശേരി അടുത്തായിട്ട് പത്തനംതിട്ട ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡോഗ്സിന് കേട്ടോ. കാരണം ഇവിടെ അടുത്തുള്ള ഉണ്ണിസാറിൻ്റെ ഒക്കെ അവിടെ ആണെങ്കിൽ മെഷീൻ അടിച്ചു പോയി, അതുകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ പറയത്തില്ല, കൺഫേം ആയിട്ട് പറയത്തുള്ളായിരുന്നു. ഇപ്പൊ കൺഫേം ആണോന്ന് ഇപ്പം ചെറിയ സിംറ്റംസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലാതെ നമുക്ക് കൺഫേം. കാരണം സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്, അതായത് ഫേക്ക് പ്രഗ്നൻസി ഈ ഡോഗ്സിന് ഉള്ളതാണ്. അപ്പം അത് പ്രസവത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ സിംറ്റംസും എല്ലാം കാണിക്കും. ഇവർക്ക് അകിട്ട് വരെയാണെങ്കിലും താന്നു വരും. പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞു മാത്രം ഉണ്ടാകത്തില്ല, വയറ്റിൽ കുഞ്ഞുണ്ടാകത്തില്ല. ബാക്കി എല്ലാ പ്രഗ്നൻസിയുടെ അവർക്ക് ക്ഷീണവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അത് മാത്രം കുഞ്ഞു മാത്രം വയറ്റിൽ കാണത്തില്ല. അതാണ് സ്യൂഡോ പ്രഗ്നൻസി. എല്ലാ ഡോഗ്സിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിന് ഒരു പ്രതിവിധി ഇല്ല. കുറെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ ഇത്തിരി പാടായിരുന്നു. ഞങ്ങളൊരു 2 പ്രാവശ്യം മുന്നേ ക്രോസ് ചെയ്തു. ഈ പ്രാവശ്യം കുറെ പൈസ പോയി അതിന്റെ പേരിൽ. പക്ഷെ നമുക്ക് അതൊന്നല്ല, 1 പ്രാവശ്യം 3 കുഞ്ഞുണ്ടായി കാണുമെന്ന് വലിയ ആഗ്രഹമാണ്. ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ച് വെള്ളം മാത്രം, നമുക്ക് ഈ വെള്ളം മാത്രം മതി. നോക്കി കിടക്കുന്ന കിടപ്പുണ്ട്. അപ്പൊ ഇതിപ്പോ ചെറിയ രീതിയിൽ നമുക്കൊരു വ്യത്യാസങ്ങളൊക്കെ കുറെ നല്ല ഫീൽ ആയിട്ടുണ്ടല്ലേ ഒത്തിരി. പക്ഷെ ഇവിടെ തുടക്കത്തിൽ ഒരു വിശ്വാസവും ഇല്ല. എന്നാൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രതീക്ഷ, ഒരു ഭാഗ്യമാണല്ലോ. അപ്പം ഇപ്രാവശ്യം ആവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോഗ്സിന് 60 ദിവസം മതി പ്രസവിക്കാൻ വേണ്ടിയിട്ട്, എല്ലാം മിക്കവർക്കും അറിയാം. അപ്പൊ ഇപ്പം 33ാമത്തെ ദിവസമാണ് ഇന്ന്. ഇത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് കേട്ടോ, അന്നോട്ടാണ് എണ്ണുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇനിയിപ്പോ 40ാമത്തെ ദിവസം ഡോക്ടർ പിടിച്ചു നോക്കിയിട്ട്, ഇവിടുത്തെ നല്ല ഡോക്ടറാണ്, ഉണ്ണി സാർ എന്ന് പറയും. അപ്പൊ നോക്കിയിട്ട് കറക്റ്റ് എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് വരെ പുള്ളി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്കാൻ ചെയ്യാതെ. അപ്പം ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. വയറ് കാണൽ ചടങ്ങെന്ന് വിചാരിക്കരുത്. വയറുണ്ടോ ഈ ചിലവർക്ക് കാണുമ്പോ മനസ്സിലാവുമായിരിക്കില്ല. മോനെ ഒന്ന് വയറണിച്ചേ. അയ്യോ, ഇവിടെ കുളിപ്പിക്കുകയും ഓടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പിടിച്ച് കെട്ടിയിടാൻ പാടില്ലെന്ന് പ്രത്യേകം ഡോക്ടർ ഇൻസ്ട്രക്ഷൻ. എല്ലാവരും പറയുന്നത് എന്താ പറയുക, ചാടാതെ ഓടാതെയൊക്കെ നോക്കണമെന്ന്. പക്ഷെ നോർമലായിട്ട് അവരെങ്ങനെ ജീവിച്ചോ അതേപോലെ തന്നെ വിടണം. കെട്ടിയിട്ട് ഓരോട്ട് കിടന്ന് ചാടത്തേ ഉള്ളൂ, ഒന്നും കൂടെ ചാടത്തുള്ളൂ. കൂടുതൽ ആ സമയം സ്ട്രെസ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ അമോഷണൽ കാര്യങ്ങളായി പോകുന്നത്. അതുകൊണ്ട് കെട്ടിയിട്ട് വളർത്തണ്ടെന്നാണ് ഡോക്ടറിന്റെ നിർദ്ദേശം. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു. കാരണം നമ്മൾ എന്നാലും ആഴ്ച ഒന്ന് കുളിപ്പിക്കുമില്ലെന്ന് പറയാറുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് കുടയും ഇവര് ഭയങ്കരമായിട്ട്. അപ്പം പോകുന്ന മിസ്കാരേജ് ആയി പോകുമെന്ന് പറയും. പക്ഷെ ഞാൻ കുളിപ്പിക്കും. അതും കുളിപ്പിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. എത്ര ദിവസം എങ്ങനെ ഒരാൾ കുളിപ്പിക്കും? നമുക്ക് ഒരു ദിവസം കുളിക്കാതിരിക്കാൻ പറ്റും. ടൈം ആവുന്നതിന് മുന്നേ തൊട്ട് ചൊറിച്ചിൽ തുടങ്ങും.
ഒരു മോനെ ഒരു മേടന്നെ. അയ്യോ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ. അതെ നമ്മുടെ അകത്തെ 2 സാധനങ്ങളെ പോയി കാണാം കേട്ടോ. യെസ്. എന്നാ കഴിക്കുന്നേ? വട്ടയപ്പം. പാലപ്പമാവ് ആക്കി വന്ന മാവ് കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയിരിക്കുന്നു. അച്ഛക്ക് ഇഷ്ടവാ, പിന്നെ അമ്മക്ക് ഇഷ്ടവാ, പിന്നെ ചിറ്റാമ്മ കഴിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പൂസം കഴിക്കും. ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട്. എന്നാ പിന്നെ ചതുരപ്പം ഇഷ്ടമുണ്ടോ? ചതുരപ്പം ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഓപ്പറേഷൻ തിയേറ്ററിൽ കയറും, ജില്ലാശുപത്രിയിലായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന ആളെ ഇനി 20 ദിവസം കഴിഞ്ഞാൽ ആശുപത്രിയിലോട്ടും പോകണ്ട, ഒന്നും പോകണ്ട. വേദനയും കുറവുണ്ട്. വേദനയും കുറവില്ലെന്നല്ലേ? വേദനയും നല്ല വ്യത്യാസമുണ്ട്. എന്നാ കുഞ്ഞാ? ആരത്? കുതിര കുത്തിട്ട് ചോര വന്നിട്ട്. ചോര വന്നോ? എല്ലാ കാര്യം ഉണ്ടായിരുന്നു എന്നെ കുത്തണ്ടേ? എന്നാ തിന്നുന്നേ? കേട്ടോ. ചോറാന്ന് പറ. സൂപ്പറാണോ? സൂപ്പറാണോ? കൊള്ളാവോ? കൊള്ളാവോ? ചോറ് കൊള്ളാവോ? കറി എന്നാ മോനെ? കറി എന്നാ പറഞ്ഞേ? പപ്പരക്ക. പപ്പരക്ക എന്ന് പറഞ്ഞേ. പപ്പരക്ക. പപ്പരിക്കാ പറഞ്ഞേ. പപ്പരക്ക എന്ന് പറഞ്ഞേ. പപ്പരക്ക എന്നാ കറി എന്നാ? പപ്പരയോ? പപ്പരയോ? പപ്പര. സൂപ്പറാണോ മോനെ? കൊള്ളാവോ? ആ അടുത്ത രാജകുമാരി വന്നു. എന്റെ അജ്വാനിന്ന് മേടിച്ചു വേണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്ട്രോബെറി കാണുന്നത്. കുഞ്ഞു സ്ട്രോബെറി അല്ലേ എപ്പോഴും കിട്ടാറ്. കൊല അങ്ങനെ കഴിയത കേട്ടോ. ഇവക്ക എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാം. ആ കൊള്ളാം. ജോണി ജോണി ഈറ്റിംഗ് ഷുഗർ, telling lies, open your mouth, ha ha ha. Johnny Johnny, yes papa. Eating sugar, no papa. Telling lies, no papa. Open your mouth, ha ha ha. കാണിക്കും കാണിക്കും. കൊള്ളാം കൊള്ളാം കൊള്ളാം. കഴിച്ചു 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 കഴിച്ചു. നീ പറഞ്ഞേടി. ജോണി ജോണി പാടി കഴിഞ്ഞ മോൻ പറഞ്ഞേ. ജോണി ജോണി ഈറ്റിംഗ് ഷുഗർ, ഉച്ചത്തി പറ നോ പപ്പാന്ന് പറ. ടെല്ലിംഗ് ലൈസ്, ഓപ്പൺ യുവർ മൗത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം 2 പേർക്കും വേണ്ടി കസാര മേടിച്ചായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടുത്തെ കുഞ്ഞാരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് ഇവിടുത്തെ വലിയ ടീംസ് വലിയ കസാര ഇരിപ്പുണ്ട്.
കുഞ്ഞു ടീൻസ് കുഞ്ഞു കസാര ഇരിപ്പുണ്ട് കണ്ടോ. അയ്യേ ചിരിക്കല്ലേ 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 ചിരിക്കല്ലേ. എങ്ങനെ കള്ളക്കാഴ്ചയിൽ അറിയുന്നേ? അയ്യേ ആദ്യ ലച്ചൂട്ടി എങ്ങനെയാണ് കരയുന്നേ? അയ്യേ ഇങ്ങനെ ഇടയ്ക്ക് ശരിക്കും കരയുവേ. ശരിക്കും കരഞ്ഞിട്ട് സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞിട്ട് കുറെ നേരത്തേക്ക് ഈ എൻജിനൊക്കെ ഓഫ് ആക്കത്തില്ല, അതുപോലെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും കേട്ടോ. ഈന്ന് പറഞ്ഞു ഊ കാണിച്ചേ. ഊ കാണിച്ചേ. ഊ കാണിച്ചേ. ഊ വെച്ചേ. ഊ ഒരാളിരുന്ന് പയ്യിരുന്ന് തിന്നുവാന്ന് തോന്നാട് ഇരുന്ന് മൈൻഡ് ഒന്നും ഇല്ലാതെ ഇരുന്ന് കഴിക്കാം. നല്ല മധുരമുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട് കേട്ടോ. ആദ്യമായിട്ട് എത്ര നല്ല സ്ട്രോബെറി ഇടുന്നത്. അശ്വാനിലും ആദ്യം അങ്ങനെ എപ്പോഴും ഇല്ല. ഉറങ്ങി നല്ല മധുരം. അയ്യോ അയ്യോ എനിക്കാനാ ചോദിച്ചേ. നിന്റെ അച്ഛന്റെ പേരെന്നാ? വായി വെച്ചു കൊടുക്ക്. വായി വെച്ചു കൊടുക്ക്. അല്ല ചിറ്റാമ്മയ്ക്ക് വായി വെച്ചു കൊടുക്ക. ചിറ്റാമ്മയ്ക്ക് വായി വെച്ചു കൊടുക്ക്. അവള് വാ തുറക്കുക. ഉമ്മ പഠിക്കും. ഉമ്മ ഓ എന്താ മൊയ്യ. ഓ ഇനി ഇവിടെ പോവാണ് കുച്ചുമ്മ. കുച്ചുമ്മ ഭയങ്കര കുച്ചുമ്മ. ആകെ കഴിഞ്ഞ സാമിച്ചനെ ഞങ്ങൾ രണ്ടുപേരോടും എന്തുവായാലും എന്ത് പറഞ്ഞപ്പോഴാ അപ്പൂച്ച് അല്ല കുഞ്ചൂസിനോട് ആന്ന് പറഞ്ഞു. ആ എന്നെ നോക്കിയിട്ട് പറയോ ഇങ്ങനെ ഇഷ്ടമില്ലെന്ന്. കൈ വെച്ച് ആവശ്യം കാണിക്കോ. ടിക്കോ എന്നാ ടിക്കോ ബോഡി ആ ടിക്കോയെന്ന്. എന്നെ ഇട്ടമില്ലേടി നിനക്ക്? അല്ലേ ലെറ്റുമോ? ലെറ്റുമ്മയ്ക്ക് അച്ഛനെ ഇട്ടമല്ലേ? എന്നെയാണ് അവക്ക് സ്വന്തമായിട്ട്. അപ്പൂച്ചാന്ന് പറ. അപ്പൂച്ചേനെ അപ്പൂച്ച സാരമില്ലെന്ന് പറ. വാന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കും സങ്കടം വന്നാല്. രണ്ടുപേരുടെ മുടി നീട്ടം വെച്ച് കേട്ടോ. ഇനിയിപ്പോ അത് നമുക്ക് എങ്ങനെയും നല്ല രീതിയിൽ കട്ട് ചെയ്ത് തരണം. നല്ലപോലെ ആക്കി തരണം. അയ്യേ എന്തായി കാണിക്കുന്നത്?
ആവശ്യത്തിന് സൗണ്ട് പോരാ, ആവശ്യത്തിന് സൗണ്ട് പോരാ, ആവശ്യത്തിന് സൗണ്ട് ഇല്ലേ? ഒയ്യോ രമേ, മതി മതി, ഓക്കെ ഓക്കെ, മതി 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 മതി. ഹെഡ്സെറ്റ് ചെവി, ഹെഡ്സെറ്റ് ചെവി. നമുക്ക് തുടക്കത്തിലെ എഴുതി കാണിച്ചേക്കാം, ഹെഡ്സെറ്റ് മാറ്റിട്ട് കേൾക്കാം. മതി മതി മതി. ആ മതി. ഉറങ്ങുക. മോനെ കുഞ്ചമ്മ കൂർക്കം വലിക്കുന്ന എങ്ങനെയാ മോനെ? കുഞ്ചമ്മ കൂർക്കം വലിക്കുന്ന എങ്ങനെയാ കുഞ്ചമ്മ? പൂച്ച കൂർക്കം വലിക്കൂടാ. വെക്കേഷനാ? ഇവർക്ക് സമ്മർ ക്ലാസ് കടന്നുണ്ട് 2 മാസം അപ്പൊ 1.5 വയസ്സ് തൊട്ട് എടുക്കും. അച്ഛനെ വിടണമെന്ന് എനിക്ക് ആഗ്രഹം. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുമല്ലോ. ആ കൊച്ചു ഉറങ്ങിയിടി ആ ക്ലാസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും. എല്ലാരും ചോദിക്കാറുണ്ട് ലച്ചുമോൾക്ക് എത്ര പ്രായമായിരുന്നു കേട്ടോ. ലച്ചുമോൾക്ക് 2 വയസ്സായിട്ടില്ല. ഏപ്രിൽ 15 ആകുമ്പോഴത്തേക്ക് 2 വയസ്സ് തികയത്തുള്ളൂ കേട്ടോ. ഈ 1.25 വയസ്സുകാരിയുടെ പ്രകടനങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എന്തു അടിയത് വണ്ട? ആ ഒന്നുമില്ല, ഇവള് കണ്ടായ എന്തോ എന്നാടാ നിന്റെ കസാര എന്തിയാടാ? എന്തിയാടാ കസാര? 2 പേരും കസാരയില് എയും എല്ലും എഴുതി കൊടുത്തു. A ഫോർ ആയുഷിയും L ഫോർ ലക്ഷ്മി. അതറിയാത്? അത് ആയിച്ചിടെയാ. ആ ഓക്കെ, അത് ആയിച്ചിടെയാ. ആ ആയിച്ചി. അത് മോനെ വേറെ ഒന്ന് മനസ്സ്. അല്ല അല്ല അല്ല, കുഞ്ഞിന്റെ കാര്യമായിട്ട് അല്ലെന്നാ പറയുന്നത്. അമ്മേനെ കൊഞ്ചിച്ചോണ്ട് പാടാം. ഈ തിരുമുന്നിൽ വന്നു നിന്നാ ഞാൻ അമ്പാടി പൈകിടാവ്. അത് വേണ്ട, അത് വേണ്ട. അന്ന് മതി ഞങ്ങൾക്ക്. അത് ഞങ്ങൾ കേട്ട് കേട്ടാണ്. ആ സൂപ്പർ സൂപ്പർ സൂപ്പർ. ലച്ചു മോനെ പാട്ട് പാടിക്കേ. ഉറക്കം വന്ന് നിൽക്കുവാണേ. എന്നിട്ട് പാടുമായിരുന്നു.
നീട്ടി പറ സരിഗമ 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 ആ വാവാവ് പഠിക്കേ വാവാവ് എന്റെ നാരങ്ങയുടെ പാട്ട് പാടിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട. സൂപ്പർ സൂപ്പർ സൂപ്പർ. ആ ചിന്നോ കഴിക്കണമോ ഇതൊക്കെ അറിയാലോ പഠിച്ചില്ല അപ്പൊ നാരങ്ങ തരുന്ന കറി വെച്ച് ചേച്ചി നാരങ്ങ കറി വെച്ച് തന്നതാ. ഓക്കെ കഴിക്കും നമ്മ നാരങ്ങ ആ ഓക്കെ ആക്കെ ഓക്കെ ഓക്കെ ഓടിയത് എന്ത് ഇവളെന്തോ ഇത് ആ ഓക്കെ അപ്പൊ ഓക്കെ പിന്നെ കാണാം ഓക്കെ